നമസ്കാരം, ഞാൻ റെൻസ് തോമസ്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്ന ഒരു കാര്യം, കുറച്ച് ഗ്യാപ്പിന് ശേഷമാണ് നമ്മളൊരു വീഡിയോ ചെയ്യുന്നത്. നമ്മൾ മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുമ്പോൾ നമ്മുടെ സംസാരങ്ങൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയേക്കാം, സ്വാഭാവികമായിരിക്കാം. അല്ലെങ്കിൽ നമ്മുടെ വാക്കുകൾ മറ്റുള്ളവരെ മുറിവേൽപ്പിച്ചേക്കാം. ഷേക്സ്പിയർ പറഞ്ഞിട്ടുണ്ട്, ഗുഡ് വേർഡ്സ് ആർ ബെറ്റർ ദാൻ ബാഡ് ബ്ലോസ്. നിങ്ങൾ വാളുകൊണ്ടും അല്ലെങ്കിൽ മറ്റ് ആയുധങ്ങൾ കൊണ്ടുണ്ടാക്കുന്ന മുറിവിനേക്കാൾ വലിയ മുറിവാണ് വാക്കുകൾ കൊണ്ടുണ്ടാക്കുന്ന മുറിവുകൾ. അതുകൊണ്ട് വാക്കുകൾ ഉപയോഗിക്കുമ്പോഴും നിങ്ങളുടെ സംസാരത്തിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാനായിട്ട് പോകുന്നത്. പലപ്പോഴും ഭൂരിഭാഗം ആൾക്കാരും മറ്റുള്ളവർക്കൊരു വിഷമമാകുമോ എന്ന് പോലും വിചാരിക്കാത്ത രീതിയിലായിരിക്കാം നമ്മുടെ ഭാവപ്രകടനങ്ങളുമെല്ലാം നടത്തുന്നത്. തീർച്ചയായിട്ടും അത് ഒരു അധ്യാപകനും കുട്ടിയും തമ്മിലും, കുട്ടി അധ്യാപകനും തമ്മിലും, അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവ് തമ്മിലും, കാമുകനും കാമുകിയും തമ്മിലും, അല്ലെങ്കിൽ അച്ഛനും മകനും തമ്മിലും, അമ്മയും മകളും തമ്മിലും, ഇല്ലെങ്കിൽ കൂട്ടുകാരികൾ തമ്മിലും എല്ലാം ഈ വാക്കുകൾ വലിയ വേദനയായേക്കാം. ചിലപ്പോൾ നമ്മൾ മനഃപൂർവ്വം പറയുന്നതായിരിക്കില്ല, പക്ഷേ വാക്കുകൾ പല രീതിയിലാണ് പല ആൾക്കാരെയും എഫക്റ്റ് ചെയ്യുക. ചിലവർക്ക് രാത്രി ഉറക്കം തന്നെ പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ വാക്കുകളെ കൈകാര്യം ചെയ്യേണ്ടത്? എങ്ങനെയാണ് മറ്റൊരാളുടെ മനോഗതി അറിഞ്ഞ് സംസാരിക്കേണ്ടത്? ഇത് ഫോണിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. നമ്മൾ ഫോണിൽ സംസാരിക്കുമ്പോഴും, ഞാനിപ്പോൾ കോൾ കട്ട് ചെയ്യുകയാണെന്ന് കട്ട് ചെയ്യുന്ന ചിലപ്പോൾ മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ പറയുകയാണ്, ഞാൻ അല്പം തിരക്കിലാണ്, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം, ഞാൻ അങ്ങനെ ചെയ്താൽ പോരെ എന്ന് ചോദിക്കുന്നത് തമ്മിൽ വലിയ വ്യത്യാസങ്ങളുണ്ട്. ആ വാക്കുകളുണ്ടാക്കുന്ന എനർജിയുടെ ഒരു ലെവൽ, ഒരു പോസിറ്റീവ് എനർജിയാണ് രണ്ടാമത്തെ ഇതിലുണ്ടാക്കുന്നതെങ്കിൽ ആദ്യത്തേൽ അതൊരു നെഗറ്റീവ് എനർജിയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാം, നമ്മുടെ വാക്കുകളെ പോസിറ്റീവായിട്ട് ഉപയോഗിക്കാം, നമ്മുടെ ഇടയിലുണ്ടാകുന്ന കാര്യങ്ങളെയും പോസിറ്റീവായിട്ട് നമുക്ക് സ്വീകരിക്കാം. ഈ പോസിറ്റീവ് എനർജിക്ക് പകരം നെഗറ്റീവ് എനർജിയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അത് ചിലപ്പോൾ നിങ്ങളുടെ ഉറക്കത്തെ ബാധിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ശാരീരിക വ്യതിയാനങ്ങളുണ്ടാക്കാം, ഭക്ഷണത്തിനോട് വിശപ്പുണ്ടാകാതിരിക്കാം. അപ്പോൾ ശ്രദ്ധിക്കൂ, നമ്മുടെ ചെറിയ വാക്കുകൾ ഉണ്ടാക്കുന്ന ആഘാതങ്ങളൊന്ന് നോക്കൂ. ഒരു മെഡിക്കൽ സയൻസിനും പറയാത്ത കുറച്ച് കാര്യമാണ് ഞാനീ പറയുന്നത്. കാരണം നമ്മൾ ഇംഗ്ലീഷ് മെഡിസിനിൽ ലക്ഷണത്തെ മാത്രമാണ് ചികിത്സിക്കുന്നത്. വിശപ്പില്ലാത്തതിന് പല കാരണങ്ങളുണ്ടാവാം, അത് ബയോളജിക്കൽ റീസൺസ് തന്നെ ആവണമെന്നില്ല. അപ്പോൾ മനസ്സിൻ്റെ ഒരു പുനരുദ്ധാരണത്തിലൂടെ അല്ലെങ്കിൽ നമുക്ക് അസുഖങ്ങളെ ഭേദമാക്കാൻ പറ്റും, അല്ലെങ്കിൽ പോസിറ്റീവ് എനർജി കൊണ്ട് അസുഖങ്ങളെ മാറ്റാൻ പറ്റുമെന്ന് പറയുന്നതിൻ്റെ പിന്നിലെ ഒരു കാര്യം ഇതാണ്. അപ്പോൾ നാളെ നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.